ഹായ് ഡിയർ ജെ ആസ്പിരൻസ്. ജനുവരി ഷിഫ്റ്റ് ലക്ഷ്യം വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നല്ല റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കണമെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു ക്രൂഷ്യലായ ടൈം ഉണ്ട്. അത് നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ ജനുവരി നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ്റെ തൊട്ട് മുമ്പേ ഒരു മാസമെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റീവായിട്ട് റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ റിവിഷന് വേണ്ടി ഇപ്പോഴേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്, ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ചില കുട്ടികളൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണ്, പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. എല്ലാ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ക്ലാസ് ഒരു ചാപ്റ്റർ ലൈവ് ക്ലാസ് ആണെങ്കിലും നമ്മൾ അല്ലാതെ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിലും നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷന് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഇത്തരം ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ചില യൂണിറ്റ്സ് ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ അത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. അത് നമ്മൾ ആ സമയത്ത് പഠിക്കും. അതിനെ തൊട്ടടുത്ത് വരുന്ന ക്ലാസ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റിലോ ഒക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, 2-3 മാസം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം സ്ട്രൈക്കിംഗ് ആവുന്ന പോയിന്റ്സുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നുപോകും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നിങ്ങളുടെ തന്നെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ, നിങ്ങളുടെ തന്നെ ലാംഗ്വേജിൽ ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. പിന്നെ ലൈവിൽ തന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് പറയാറുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതേ കോൺസെപ്റ്റിൽ വരുന്ന വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലാണ് ടീച്ചേഴ്സ് അത് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് നിങ്ങൾ എഴുതി വെക്കുകയും അത് കൃത്യമായ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് എല്ലാ ചാപ്റ്ററും ഇതിങ്ങനെ എഴുതി വെച്ച് അതൊരു ശീലമാക്കി നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഹാബിറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററും നമുക്ക് വളരെ വേഗത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ ഈ തയ്യാറാക്കി വെച്ച ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് ആ ചാപ്റ്ററിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രൂപത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ റിവിഷൻ്റെ സമയമാകുമ്പോഴേക്കും വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങളത് തയ്യാറാക്കി തുടങ്ങണം. ഓൾറെഡി അത് ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുള്ളി നിങ്ങളത് മുന്നോട്ടേക്ക് പോവുക. ഇതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് ആരംഭിക്കുക. നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിനൊക്കെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഇതിൻ്റെ ഇടയിലുള്ള സമയത്ത് കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇതേ പേർപ്പസിന് വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് തരുന്ന ഒരു റെഡിമെയ്ഡ് മെറ്റീരിയലാണ് മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പ് ഇതേ പേർപ്പസിന് വേണ്ടി ഒരു ചാപ്റ്ററിനെ ക്രിസ്പായിട്ട് ഒരൊറ്റ ഷീറ്റിൽ നമുക്ക് റിവൈസ് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മെറ്റീരിയലാണ് മൈൻഡ് മാപ്പ്. പക്ഷെ അതൊരു ജനറലൈസ്ഡ് മെറ്റീരിയലാണ്. ഓരോ കുട്ടിയുടെയും ടേസ്റ്റും ഓരോ കുട്ടിയുടെയും മെമ്മറി കപ്പാസിറ്റിയും ഇക്വേഷൻസ് ഓർത്തെടുക്കുന്ന രീതിയും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൈൻഡ് മാപ്പും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലുള്ള മൈൻഡ് മാപ്പും ഒരേ സ്ട്രക്ചറിൽ ഒരേ പാറ്റേണിലുള്ളതാണ്. പക്ഷെ അത് നിങ്ങളേതാക്കി നിങ്ങൾ മാറ്റണം. അതിന് ആ മൈൻഡ് മാപ്പ് നിങ്ങൾ ഇപ്പോഴേ യൂസ് ചെയ്ത് തുടങ്ങണം. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ പഠിച്ച കോൺസെപ്റ്റും മൈൻഡ് മാപ്പിലെ കോൺസെപ്റ്റും കമ്പയർ ചെയ്തുകൊണ്ട് അത് റീഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് എഴുതി വെക്കുക. അങ്ങനെ ആ മൈൻഡ് മാപ്പ് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടേതായ ഒരു കസ്റ്റമൈസ്ഡ് മൈൻഡ് മാപ്പായിട്ട് മാറും, നിങ്ങളുടെ സ്വന്തം മൈൻഡ് മാപ്പായിട്ട് മാറും. ആ മൈൻഡ് മാപ്പ് നിങ്ങൾ നോക്കുന്ന സമയത്ത് വേഗത്തിൽ ചാപ്റ്റർ റീകോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മൈൻഡ് മാപ്പ് ഇപ്പോഴേ യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അത് റിവിഷൻ്റെ സമയത്ത് ഒരു റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം, നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഷോർട്ട് നോട്ട്സും യൂസ് ചെയ്യാം. ദെൻ മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും അതിൻ്റെ കൺസെപ്റ്റ് ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ആ കോൺസെപ്റ്റ് പഠിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും പെൻഡിങ് വെക്കരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ ഇക്വിലിബ്രിയം ഓഫ് ചാർജ് അത് നിങ്ങൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ അതിനൊരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു, അപ്പോൾ നിങ്ങളത് പെൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ്റെ സമയത്ത് അത് തുടക്കം മുതലേ പഠിച്ചെടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, അത് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നിങ്ങൾ ആ കോൺസെപ്റ്റ് അപ്പം തന്നെ ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മറന്നു പോയാലും നമുക്ക് പ്രയാസമില്ല. കാരണം റിവിഷൻ്റെ സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കും. അതിനാണല്ലോ നമ്മൾ ഈ ഷോർട്ട് നോട്ട്സും മൈൻഡ് മാപ്പും ഒക്കെ ഈ രൂപത്തിൽ തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിൻ്റെ ശേഷം അത് മറന്നു പോകുന്ന പ്രശ്നം അത്ര വലിയ ഗുരുതരമായ വിഷയമല്ല. അത് നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും കുറേ കോൺസെപ്റ്റ് നമ്മളോട് മറന്നു പോകും, പക്ഷേ നമുക്കത് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാവാതെ
നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ഡയല്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ റിവിഷൻ പ്രോപ്പറായിട്ട് നടത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് പഠിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ സമയത്തിൽ എന്തെങ്കിലും ലഭ്യതക്കുറവൊക്കെ വരുമ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ചിലപ്പം ചില കോൺസെപ്റ്റൊക്കെ നമ്മൾ മനസ്സിലായി, പക്ഷേ അത് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ള സാഹചര്യം വന്നേക്കാം. അത് നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കാം. പക്ഷേ ഒരിക്കലും ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ക്ലിയർ ആക്കി നിങ്ങളുടെ സ്റ്റഡീസിൽ ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി മുമ്പോട്ടേക്ക് പോവുക. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇപ്പോഴെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വൈകി പോകും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓരോ സ്റ്റേജിലും സൈലം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്.